ഡൽഹി, ഗുജറാത്ത്, ഹരിയാന, ചണ്ഡീഗഡ് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ആം ആദ്മി സീറ്റ് ധാരണയായി. അല്പസമയത്തിനകം ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാകും. ഗുജറാത്തിലെ സീറ്റ് വിഭജനത്തിൽ എതിർപ്പുമായി കോൺഗ്രസ് നേതാവ് അഹമ്മദ് പട്ടേലിന്റെ മകൾ രംഗത്തെത്തി. ബറൂച്ച് സീറ്റ് ആം ആദ്മിക്ക് നൽകാനുള്ള നീക്കം അംഗീകരിക്കില്ല എന്നാണ് മുംതാസ് പട്ടേലിന്റെ നിലപാട്. ഉത്തർപ്രദേശിൽ ഫറൂഖാബാദ് സീറ്റ് വിട്ടുകൊടുക്കാനുള്ള നീക്കത്തിൽ എതിർപ്പുമായി സൽമാൻ ഖുർഷിദും രംഗത്തുണ്ട്. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു. കൂടുതൽ വിവരങ്ങളുമായി രാധാകൃഷ്ണൻ, ആപ്പുമായുള്ള ധാരണ എന്നത് വളരെ പ്രധാനമല്ലേ ഇന്ത്യ സഖ്യത്തിന്റെ സീറ്റ് ധാരണ പുരോഗതി പരിഗണിക്കുമ്പോൾ? കൂടാതെ എപ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനം? വേണുവാണ്, തീർച്ചയായിട്ടുമാണ്. കാരണം ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഒരു ചിത്രം നമ്മളെടുത്ത് പരിശോധിച്ചാൽ അറിയാവുന്നത് 2019 ഇതേ രീതിയിൽ തന്നെ 4-3 എന്ന വിധത്തിൽ സീറ്റ് ധാരണ ഏതാണ്ടാവുകയും അവസാന ഘട്ടത്തിൽ കോൺഗ്രസ് അതിൽ നിന്ന് പിന്മാറുകയും പിന്നീടുണ്ടായ തിരിച്ചടി എത്ര വലുതായിരുന്നു രണ്ട് പാർട്ടികൾക്കും എന്നുള്ളത് നമുക്ക് അറിയാം. അതിൻ്റെ പ്രതിഫലനങ്ങൾ മേഖലയിൽ എല്ലായിടത്തും, പ്രത്യേകിച്ച് ഉത്തരേന്ത്യയുടെ എല്ലാ സ്ഥലങ്ങളിലും കാണുകയും ചെയ്തു. അത് ഒഴിവാക്കാനായി സാധിക്കുന്ന വിധത്തിലേക്ക് ഒരു സഖ്യം എത്തുന്നു. അഥവാ ഇപ്പോൾ ഉള്ള ഭിന്നതകൾ തൽക്കാലം മാറ്റിവെച്ചിട്ട് ഒരു സഖ്യത്തിൻ്റെ രീതിയിലേക്ക് കോൺഗ്രസും ആം ആദ്മിയും എത്തുന്നു എന്നുള്ളത് വളരെ ശക്തമായിട്ടുള്ള ഒരു സന്ദേശമാണ് ഈ ഘട്ടത്തിൽ നൽകുന്നത്. ഇന്ത്യ സഖ്യം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ട് വിട്ടുവീഴ്ചകൾ ഏതളവ് വരെയും ചെയ്യും എന്ന ഒരു സന്ദേശം കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. അത് വലിയ ഊർജം ഇന്ത്യ മുന്നണിക്ക് നൽകുന്നതാണ്. 4 സീറ്റുകൾ ആം ആദ്മിക്കും 3 സീറ്റുകൾ കോൺഗ്രസിനും എന്ന വിധത്തിലാണ് ഇപ്പോൾ ഡൽഹിയിലെ ചർച്ചകൾ എത്തി നിൽക്കുന്നത്. മറ്റു സ്ഥലങ്ങളിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ഹരിയാനയിൽ 1 സീറ്റായിരിക്കും ആം ആദ്മിക്ക് ലഭിക്കുക. സമാനമായിട്ട് ഗുജറാത്ത് പോലെയുള്ള സ്ഥലങ്ങളിൽ ബറൂച്ചിനെ പോലെയുള്ള സീറ്റുകൾ വിട്ട് ആം ആദ്മിക്ക് നൽകിക്കൊണ്ട് ഈ സഖ്യത്തെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമവും കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഇതിനിടയിലാണ് ഈ കോൺഗ്രസിനുള്ളിലെ ഭിന്നസ്വരങ്ങൾ നിൽക്കുന്നത്. അത് പരിഗണിക്കാതെയാണ് ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഈ തീരുമാനമുണ്ടാകുന്നത്. ഇതുവഴി അവർ ലക്ഷ്യമിടുന്നത് പഞ്ചാബിൽ പോലും ഒരുമിച്ച് നിൽക്കാനായിട്ടുള്ള ചർച്ചകൾ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്ന സാഹചര്യത്തിൽ രണ്ട് പാർട്ടികളും ലക്ഷ്യമിടുന്നത് ഈ മേഖലയിൽ BJP ഏകപക്ഷീയമായി നേടുമെന്ന് കരുതുന്ന വിജയം, അത് അവരുടെ ആത്മവിശ്വാസത്തിന് ആദ്യ അടി തന്നെ ഇത്തരത്തിലുള്ള ഒരു സഖ്യ രൂപീകരണത്തിലൂടെ നൽകുക എന്നുള്ളതാണ്. മേഖലയിൽ ഈ കർഷക സമരം അടക്കമുള്ളവ മുതലെടുക്കാൻ പറ്റുന്ന വിധത്തിലേക്ക് ഈ സഖ്യ സ്ഥാനാർത്ഥികൾ ശക്തമായിട്ട് മത്സര രംഗത്ത് ആദ്യഘട്ടത്തിൽ തന്നെ രംഗത്ത് എത്തിയാൽ, അഥവാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ രംഗത്ത് എത്തിയാൽ അത് വലിയ അളവിൽ ഗുണം നൽകും. BJPക്ക് തിരിച്ചടി നൽകാനായിട്ട് അതുവഴി സാധിക്കും എന്ന വിലയിരുത്തലാണ് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും നടത്തിയിരിക്കുന്നത്. നേരത്തെ അറിയിച്ചിരുന്നത് 11 മണിയോടുകൂടി പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ്. എന്നാൽ ഇപ്പോൾ 2 മണിയോടുകൂടി ആയിരിക്കും ഈ പ്രഖ്യാപനം എന്ന വിവരമാണ് ലഭ്യമാകുന്നത്. വേണു, ശരി. കോൺഗ്രസ് ആപ്പ് സീറ്റ് ധാരണ ഉച്ചയ്ക്ക് ശേഷം ഇരു പാർട്ടിയുടെയും പ്രധാനപ്പെട്ട നേതാക്കൾ ഈ സഖ്യധാരണ സംബന്ധിച്ച വിശദാംശങ്ങൾ മാധ്യമങ്ങളോട് വിശദീകരിക്കും. ആർ രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്.